ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രന്റെ പ്രചാരണാർത്ഥമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. മുൻ ഗോവ ഗവർണറും മുൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ പി.എസ്. ശ്രീധരൻപിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. എസ് രാജേന്ദ്രന്റെ ബി.ജെ.പി പ്രവേശനത്തോടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ ദേവികുളം മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എസ് രാജേന്ദ്രന്റെ പ്രചാരണാർത്ഥമായിരുന്നു അടിമാലിയിൽ എൻ.ഡി.എ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അടിമാലി പഞ്ചായത്ത് ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ ഗോവ ഗവർണറും മുൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ പി.എസ്. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ ദേശീയ ജനാധിപത്യത്തിന്റെ അമരക്കാരനായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് CPI വിട്ട് ഗുരുനാഥൻ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു? ഈ കൊച്ചു കേരളത്തിന് നാനാഭാഗത്തും ഇത്തരത്തിൽ BJP-യിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചുമതലപ്പെട്ടവർ ഉൾപ്പെടെ ആത്മാർത്ഥമുള്ള പ്രവർത്തകന്മാർ പ്രവഹിക്കുകയാണ്. എന്തുകൊണ്ട് MLA ആയും ട്രേഡ് യൂണിയൻ മേഖലയിലും തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ചരിത്രം സൃഷ്ടിച്ച ചരിത്ര പുരുഷനായ ഒരാൾ BJP-യിലേക്ക് എത്തി? ഞാൻ ആരെയും വ്യക്തിപരമായി പഠിക്കുന്നില്ല. പക്ഷെ എനിക്ക് 4 ദിവസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, BJP-യോട് ഞാൻ എതിർക്കുന്നു, പക്ഷേ എനിക്ക് ബഹുമാനിക്കുന്ന ചില ആളുകൾ BJP-യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിനീതന്റെ പേര് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച കൺവെൻഷൻ ടൗൺ സിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. കൺവെൻഷനിൽ BJP-യുടെയും NDA-യുടെയും നേതാക്കളായ ശ്രീവിദ്യ രാജേഷ്, NS അനീഷ്, VN സുരേഷ്, VR അളകരാജ്, K സജി, സോജൻ ജോസഫ്, G ഗുരുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകരുടെ പങ്കാളിത്തത്താൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ NDA-യുടെ മണ്ഡലത്തിലെ ശക്തി പ്രകടനം കൂടിയായി മാറി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.